ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചെമ്മീനും മാങ്ങയും കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീനിൽ തലയും വാലും കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് റെഡിയാക്കി ബാക്കി ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, നല്ല ചെമ്മീനാട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി വേപ്പില ഇടയ്ക്ക് ഇറങ്ങിയതാണ്. അത് ഞാൻ ആ വേപ്പ് വെട്ടിക്കളഞ്ഞായിരുന്നു, പക്ഷെ അത് ഉണ്ടായില്ല. ഇതിന്റെ ഒരു തണ്ടേ മാത്രം നന്നായിട്ട് വേപ്പില ഉണ്ടായേ. ഇങ്ങനെ വരുമെന്ന് ഓർത്ത, പക്ഷെ തളത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ വേപ്പിലയില്ല, അത്ര ആയിട്ടേ ഉള്ളൂ. അത് പറിക്കാറായില്ല. അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടില് വേപ്പിലയുണ്ട്, നമുക്കത് കമന്റ് ചെയ്യാം. ഇത് വേപ്പില നന്നായിട്ട് ഉണ്ടാവാനുള്ള ടെക്നിക്കൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാവേ. ഇത് ഞങ്ങളുടെ റോഡാണ്. ഇത് നമ്മുടെ വീടിന് താഴോട്ടിറങ്ങുന്ന വഴിയാ. ആ കാണുന്ന റോഡ്, ആ കിടക്കുന്ന ഞങ്ങളുടെ വണ്ടിയാട്ടോ. ഇത് പഞ്ചായത്തിന്റെ കിണറാണ്. ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ടിരുന്നത്. എന്നിട്ട് പഞ്ചായത്തെല്ലാം നന്നാക്കിയൊക്കെ തന്നതാണ്. നല്ല ആഴത്തിലാട്ടോ. നോക്കട്ടെ, കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ. ഫോൺ താഴെ പോകുന്നറിയാൻ പാടില്ല. കണ്ട, നല്ല ആഴം. ഒത്തിരി ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ ഫോണെങ്ങാനും താഴെ പോയാലോ, അത് കാരണം കാണിക്കുന്നില്ല. ഇവരിപ്പോൾ ഇവിടെ താമസമില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ പുറകുവശത്താണ് വേപ്പില ഉള്ളത്. അപ്പം ഞാനത് എടുക്കാൻ പോവാം. മൊത്തം കാട് പിടിച്ചെടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവിടെ എടുക്കാൻ വരാറില്ല. ഇന്നിപ്പം ചെമ്മീനും മാങ്ങയും വെക്കുമല്ലേ, അപ്പോൾ അതാരണം എടുക്കാമെന്ന് ഓർത്ത്. നല്ല തളുത്ത് നിൽക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് പൊട്ടിച്ചെടുക്കാം. പോരുന്നില്ല. നല്ല വലിയൊരു വേപ്പിലയായിരുന്നേ. എന്നിട്ട് അവരത് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ തളുത്ത് ഉണ്ടായി വന്നേക്കുന്നത് താഴെ പോയി. നിറച്ച് കാടാം. ഇല്ല, പാമ്പ് ഉണ്ടോയെന്നറിയാൻ പാടില്ല. ഇവിടെ ശംഖുപുഷ്പമൊക്കെ നിൽക്കുന്നുണ്ട്. രാവിലെ ടീ ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതെന്നൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് മതി കേട്ടോ, നമ്മൾ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ. അല്ലേ തന്നെ വണ്ണം വെച്ച് പണ്ടാരം അടങ്ങിയിരിക്കും. അതിൻ്റെ കൂടെ കുറേ എണ്ണയും കൂടെ കഴിക്കാത്ത കുഴപ്പമുള്ളൂ. നമ്മൾ ഇത് ചൂടാക്കി വെക്കാം. വറുത്ത് വെക്കൂലേ ചെമ്മീൻ വറുക്കാനായിട്ടാണ്. പിന്നെ ഞാനത് കഴിഞ്ഞത് സവോള, പച്ചമാങ്ങ, ഇച്ചിരി വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങ അവിടെ ചിരണ്ടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി, ഇതൊക്കെ കൂടിയിട്ട് അരച്ച് വെക്കുന്നുണ്ടേ. നന്നായിട്ട് അരയണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരയണേ. അത് മല്ലിപ്പൊടി ആ ടിന്നിലേറെ വരുന്നില്ല, എടുത്തിട്ടിട്ട് കാണിക്കാം. അത് കുരുമുളക് പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ ഇട്ട് കുരുമുളക് പൊടിയാട്ടോ അത്.